പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാസം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തു നിന്നല്ലേ പറഞ്ഞു തുടങ്ങണ്ടേ. അപ്പം പിന്നെ ഇതിനും നല്ല സ്ഥലം ഏതാ ഉള്ളത്? ഒരുപാട് വിഷമങ്ങളും കുറേ ആഗ്രഹങ്ങളും കാലി കീശയുമായിട്ടായിരിക്കും എല്ലാവരും ഇതിലിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്പാദിക്കാനേ. നല്ലൊരു പൈസ ഏജൻസിക്ക് കൊടുത്തായിരിക്കും എല്ലാവരും നാട്ടിൽ നിന്ന് പോയി നിൽക്കുന്നത്. ചെന്ന് കിട്ടുന്ന സ്ഥലം ഇതേപോലെയൊക്കെ ആണെങ്കിൽ തീർന്നു. പിന്നെ എന്നാലും പിടിച്ചു നിൽക്കാം, അതല്ലേ രക്ഷയുള്ളൂ. വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യുമ്പോൾ എല്ലാവരും പറയും പിടിച്ചേക്കുന്നു. ഇവിടെ എന്തുകൊണ്ടുണ്ടായിട്ട് പിടിച്ചു നിൽക്കാനാ? എന്തെങ്കിലും കാണണ്ട വല്ലതും പിടിച്ചു നിൽക്കാൻ. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, അവൻ സൂപ്പർ സെറ്റപ്പാണ്. 6 ദിവസം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടായിരിക്കും ഒരു ദിവസം അവധി കിട്ടണേ. ആ ദിവസമാണെങ്കിൽ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാണ്ടാവില്ല, നല്ല ടയേർഡായിരിക്കുമേ. അല്ലെങ്കിൽ വല്ല ഇൻ്റർവ്യൂവിനും പോകും, അതല്ലേ നടപടിയുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ പ്രവാസത്തിലോട്ട് കാലെടുത്ത് വെക്കുന്ന എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. കുറേ നാൾ പണിയെടുത്ത് കഴിയുമ്പോൾ പിന്നെ വേറെ ജോലി നോക്കാൻ തോന്നും. അങ്ങനെ വേറെ ജോലി നോക്കും. നമുക്ക് പ്രവാസികളുടെ വില മനസ്സിലാവണമെങ്കിൽ ഒരു വർഷം ഒരു പ്രവാസി ആവണം. നാട്ടിൽ സിംഗിൾ റൂമും ബാത്റൂം അറ്റാച്ച്ഡൊക്കെ ആയിരിക്കും. ഇവിടെയാണ് ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോഴായിരിക്കും പിറ്റേ ദിവസം ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ. 1 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദ്യം തുടങ്ങും, എന്തായി നാട്ടിലേക്ക് വരുന്നില്ലേ? അപ്പം പിന്നെ നാട്ടിൽ പോയിട്ട് വരാമല്ലേ. അങ്ങനെ കണ്ണി കണ്ടിടത്തുനിന്ന് കുറച്ച് കൈശൊക്കെ കടം മേടിച്ച് നാട്ടിൽ പോകും. നാട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കിയ പൈസയും കടം പിടിച്ച പൈസയൊക്കെ തീർന്നുണ്ടാവും കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിനൊരു ടെൻഷനാണേ, പൈസ എല്ലാം തീർന്നില്ലേ, ഇനി പൈസ ഉണ്ടാക്കണ്ടേ. അപ്പം എങ്ങനെയാ തിരിച്ചു പോവാല്ലേ?